ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രത്യേകിച്ചും ബിസിനസ്സുകാരായിട്ടുള്ള കൂട്ടുകാർക്ക് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് ടോപ്പ് 3 ബെസ്റ്റ് ബിസിനസ് ലോൺ ആപ്സ് ഇൻ ഇന്ത്യ 2025. നിങ്ങളൊരു സ്റ്റാർട്ടപ്പോ സ്മോൾ ബിസിനസ്സോ അല്ലെങ്കിൽ MSME മേഖലയിലുള്ളവരൊക്കെ ആണെങ്കിൽ 2025 നിങ്ങളൊരു ബിസിനസ് നടത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോ ചലഞ്ചുകളെ നിങ്ങൾ നേരിടുന്നതും പുതിയ അവസരങ്ങൾ നിങ്ങൾ കണ്ടെത്തുന്നതും അതുപോലെ വളർച്ചാ തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കുന്നതുമൊക്കെയാണ്. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടെത്താനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ എക്യുപ്മെൻറ്റ് വാങ്ങുന്നതിനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സീസണൽ ചെലവുകൾ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ടോപ്പ് 3 ബെസ്റ്റ് ബിസിനസ് ലോൺ ആപ്സ് ഇൻ ഇന്ത്യ 2025 എന്ന് പറയുന്ന ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള 3 പ്ലാറ്റ്ഫോമുകളെയാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ 4 കാര്യങ്ങളാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തേത് പറഞ്ഞാൽ ആ ഒരു 3 ട്രസ്റ്റഡ് ആയിട്ടുള്ള ബിസിനസ് ലോൺ ആപ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തേത് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സും ഫീച്ചേഴ്സും എന്താണെന്ന് മനസ്സിലാക്കാം. മൂന്നാമത്തേത് നമുക്കൊരു ലോൺ കിട്ടാൻ വേണ്ടിയിട്ടുള്ള യോഗ്യതകൾ, അതായത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ നാലാമത്തേത് ആ ഒരു ലോണിന് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് വിപുലപ്പെടുത്തുന്നതിനായിട്ട് ഒരു ബിസിനസ് ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു വീഡിയോയുടെ അവസാനം വരെ കാണുക. ഒരു ബിസിനസ് ലോണിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ 5 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ ഒന്നാമത്തേത് അത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. നമുക്ക് വായ്പ തരുന്ന ആ ഒരു സ്ഥാപനം ഓഫർ ചെയ്യുന്ന ആ ഒരു പലിശ നിരക്ക് അത് വളരെ കോമ്പറ്റീറ്റീവ് ആണോ എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചിരിക്കണം. ഇനി രണ്ടാമത്തേത് പ്രോസസ്സിംഗ് ഫീസ്. ഒരു ലോൺ നമുക്ക് തരുന്ന സമയത്ത് അതിന് പ്രോസസ്സിംഗ് ചാർജ് എന്നുള്ള രീതിയിൽ അവർ നമ്മളിൽ നിന്നും ഒരു ചാർജ് ഈടാക്കും. അപ്പോൾ അതിന് വല്ല ഹിഡൻ ചാർജുകൾ ഉണ്ടോ, എത്ര ശതമാനം ചാർജാണ് അവർ ഈടാക്കുന്നത്, അത് മറ്റുള്ളവർ എത്രയാണ് ഈടാക്കുന്നത്, ഇതൊക്കെ നമ്മളൊന്ന് ശരിക്ക് അറിഞ്ഞു വെച്ചേക്കുക. ഇനി മൂന്നാമത്തേത് EMI ഫ്ലെക്സിബിലിറ്റിയാണ്. അതായത് നമ്മൾ തിരിച്ചടക്കേണ്ട തുകയും തിരിച്ചടക്കേണ്ട കാലയളവും അത് നമുക്ക് വരുന്ന ക്യാഷ് ഫ്ലോ അനുസരിച്ചിട്ട് മാച്ച് ചെയ്യുന്നു പോകുന്നതാവാനും അത്തരത്തിലുള്ള ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നാലാമത്തേത്, ഇത് അധികാരം ശ്രദ്ധിക്കാറില്ല, പക്ഷെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. അതായത് നമ്മൾ ലോൺ എടുക്കുന്ന ആ ഒരു സ്ഥാപനം അതൊരു RBI രജിസ്റ്റേർഡ് NBFC ആണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതായത് വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ണർ, നമുക്ക് വെരിഫൈഡ് ആയിട്ടുള്ള ഒരു പാർട്ണർ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി അഞ്ചാമത്തേത് കസ്റ്റമർ റിവ്യൂസ്. നമ്മൾ ലോണിന് അപ്ലൈ ചെയ്യുന്ന ആ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ക്വിക്ക് സപ്പോർട്ട് തരുന്നുണ്ടോ, അതുപോലെ അവരെക്കുറിച്ച് ജെന്യൂൻ ആയിട്ടുള്ള ടെസ്റ്റിമോണിയൽസ് ഉണ്ടോ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓൺലൈനിലൂടെ ഒരു ബിസിനസ് ലോണിന് അപ്ലൈ ചെയ്തതിനാൽ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻസ്റ്റൻറ്റ് അപ്രൂവലാണ്. വളരെ കുറച്ച് സമയം മാത്രമേ ഒരു ബിസിനസ് ലോണിന് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അപ്രൂവലിനായിട്ട് എടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ അങ്ങനെ അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലോൺ എമൗണ്ട് തുക കിട്ടാനുള്ള ആ ഒരു ടൈമും അത് വളരെ ക്വിക്കായിരിക്കും ഓൺലൈനിൽ. ഇനി രണ്ടാമത് 100% പേപ്പർലെസ് ആണ്, ഫിസിക്കൽ ഡോക്യുമെൻറ്റേഷൻ ഇല്ല. നമ്മൾ സാധാരണ ഒരു ബിസിനസ് ലോൺ എടുക്കണമെങ്കിൽ ആ ഒരു ബിസിനസ് ലോൺ തരുന്ന സ്ഥാപനത്തിലേക്ക് പേപ്പറൊക്കെ ആയിട്ട് പോയിട്ട് നമ്മളവിടെ ആ ഒരു ഉദ്യോഗസ്ഥനെ കാണാൻ കാത്തുനിൽക്കണം. ഇവിടെ ആ ഒരു പ്രശ്നമില്ല, വളരെ ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ വളരെ കുറവ് ഡോക്യുമെൻറ്റ്സ് മാത്രമേ നമ്മളിവിടെ കൊടുക്കേണ്ടതുള്ളൂ. അതായത് നമ്മുടെ ആധാർ, പാൻ, പിന്നെ നമ്മുടെ ബിസിനസ് പ്രൂഫ്, ഇത്രയും കൊടുത്താൽ മതി. പിന്നെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള തിരിച്ചടവ് കാലാവധി ആയിരിക്കും. നമുക്ക് ഇഷ്ടമനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാം. ഒരു 10-36 മാസമൊക്കെ നമുക്ക് അവിടെ കിട്ടും. നിങ്ങളുടെ പ്രൊഫൈലൊക്കെ നോക്കിയിട്ട് 50 ലക്ഷം വരെയൊക്കെ നിങ്ങൾക്ക് ഇവിടെ ബിസിനസ് ലോൺ ലഭിച്ചേക്കാം. പിന്നെ നിങ്ങൾ MSME മേഖലയിലുള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഈടൊന്നും കൊടുക്കാതെ തന്നെ ലോണിന് ലഭിച്ചേക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ടപ്പ്, ട്രേഡേഴ്സ്, അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്കൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡായിരിക്കും ബിസിനസ് ലോൺ ഓൺലൈനിലൂടെ അപ്ലൈ ചെയ്യുന്നത്. ഇനി നമ്മൾ അറിയേണ്ടത് നമ്മളൊരു ബിസിനസ് ലോണിന് അപ്ലൈ ചെയ്യാൻ യോഗ്യനാണോ, അതിന് എന്തൊക്കെ യോഗ്യതയാണ് വേണ്ടതെന്നാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വയസ്സാണ്. 21 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ഉള്ളവർക്കാണ് ബിസിനസ് ലോൺ ഓൺലൈനിലൂടെ ലഭിക്കുന്നത്. ഇനി രണ്ടാമത്തെ നിങ്ങളുടെ ബിസിനസ് ടൈപ്പ്, അതിപ്പോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആയാലും പാർട്ട്ണർഷിപ്പ് ആയാലും പ്രൈവറ്റ് ലിമിറ്റഡ് ആയാലും MSME ആയാലും നിങ്ങൾക്ക് ബിസിനസ് ലോൺ ലഭിക്കും. പിന്നെ നോക്കുന്നത് നമ്മുടെ ടേൺ ഓവർ ആണ്. നമുക്കൊരു വർഷത്തിൽ 10 അല്ലെങ്കിൽ 15 ലക്ഷമെങ്കിലും ടേൺ ഓവർ ഉണ്ടായിരിക്കണം. അത് നമുക്ക് ആ വായ്പ തരുന്ന ആ ഒരു ലെൻഡർ അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കാം. പിന്നെ നോക്കുന്നത് നമ്മുടെ ആ ഒരു ബിസിനസ് ഇപ്പോൾ എത്ര കാലമായിട്ട് ആക്റ്റീവ് ആണെന്നുള്ളത്. മിനിമം 1 വർഷമെങ്കിലും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിനാണ് ബിസിനസ് ലോൺ കിട്ടുക. പിന്നെ ഇത്തരത്തിൽ ആ ഒരു ബിസിനസ് ലോൺ കിട്ടാൻ നമുക്ക് ഒരു സിബിൽ സ്കോർ ആവശ്യമാണ്. മിനിമം ഒരു 650 എങ്കിലും സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു ബിസിനസ് ലോൺ ലഭിക്കാൻ വേണ്ടി നമ്മുടെ പാൻ, ആധാർ, പിന്നെ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോപ്പി, പിന്നെ നമ്മുടെ ആ ഒരു ബിസിനസ് രജിസ്റ്റർ ചെയ്തതിൻ്റെ പ്രൂഫ്, ഇത്രയുമാണ് നമ്മൾ നൽകേണ്ടത്. ഇനി നമുക്ക് ഏതൊക്കെയാണ് ആ ടോപ്പ് 3 ബെസ്റ്റ് ബിസിനസ് ലോൺ ആപ്സ് നോക്കാം. അതിൽ ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ആദിത്യ ബിർള ക്യാപിറ്റലിൻ്റെ ഉദ്യോഗ പ്ലസ് ആണ്. MSME മേഖലയിലുള്ളവർക്കും അതുപോലെ സ്റ്റാർട്ടപ്പുകൾക്കിടയിലും വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഡിജിറ്റൽ ലോൺ പ്ലാറ്റ്ഫോമാണ് ആദിത്യ ബിർള ക്യാപിറ്റലിൻ്റെ ഉദ്യോഗ പ്ലസ്. ഈ ആദിത്യ ബിർള ക്യാപിറ്റലിൻ്റെ ഉദ്യോഗ പ്ലസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ യോഗ്യതകൾ അവിടെ നമുക്ക് ചെക്ക് ചെയ്യാം, ലോൺ ലഭിക്കുമോ ഇല്ലയോ എന്ന്. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ
പേപ്പർലെസ് ആയിട്ട് തന്നെ ഈ ഒരു ലോൺ പ്രൊസീജിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ നമുക്ക് ഈടൊന്നും ഇല്ലാതെ തന്നെ 50 ലക്ഷം വരെ ഇവിടെ ബിസിനസ് ലോൺ കിട്ടിയേക്കാം. 48 മാസം വരെ, അതായത് 4 വർഷം വരെയൊക്കെ നമുക്ക് തിരിച്ചടവ് കാലാവധി ഇവർ നൽകുന്നുണ്ട്. വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അത് ഓരോരുത്തർക്കും അവർ നമ്മുടെ ഒരു പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ടായിരിക്കും ഓഫർ ചെയ്യുക. പിന്നെ ഇത് MSME മേഖലയിലുള്ളവർക്ക്, അതുപോലെ സ്റ്റാർട്ടപ്പ്, സർവീസ് പ്രൊഫഷണൽ, ഇവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ആദിത്യ ബിർള ക്യാപിറ്റലിൻ്റെ ഉദ്യോഗ പ്ലസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ട്രസ്റ്റഡ് ആയിട്ടുള്ള ബിസിനസ് ലോൺ ആപ്സിൽ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഫ്ലെക്സി ലോൺസ് ആണ്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള അപ്രൂവലും വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റീപേയ്മെന്റ് ഓപ്ഷനുമാണ് ഇവർ നൽകുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മോൾ ബിസിനസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ അനുയോജ്യമാകുന്നത്. ഇവരും 50 ലക്ഷം വരെയൊക്കെ ബിസിനസ് ലോൺ നൽകുന്നുണ്ട്. അത് നമ്മൾ അധികം ഈടൊന്നും കൊടുക്കാതെ തന്നെ നമുക്കൊരു 36 മാസം വരെ തിരിച്ചടവ് കാലാവധിയിലാണ് അവർ നൽകുന്നത്. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നിങ്ങൾ ബിസിനസ് ലോണിന് എലിജിബിൾ ആണോ എന്ന് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങളുടെ പാനും നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കോപ്പിയും നിങ്ങളുടെ ആധാറും മാത്രമാണ് ഇവിടെ ഒരു ബിസിനസ് ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് നൽകേണ്ടത്. ഫ്ലെക്സി ലോൺ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം MSME അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് മേഖലയിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇൻവെന്ററി പർച്ചേസിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഇൻഡിഫി ബിസിനസ് ലോൺ ആണ് നമുക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള മൂന്നാമത്തെ ബിസിനസ് ലോൺ ആപ്പ്. RBI രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഈ ഒരു NBFC കൂടുതലും ലോണുകൾ നൽകുന്നത് ട്രാവൽ, റീറ്റെയിൽ, റെസ്റ്റോറൻറ്റ്, ഇ-കോമേഴ്സ് അങ്ങനെ ഒരു സെക്ടറിലാണ്. 70,000-ൽ പരം SMEസിന് ബിസിനസ് ലോൺ നൽകിയിട്ടുള്ള ഒരു ലെൻഡറാണ് ഈ ഇൻഡിഫി എന്ന് പറയുന്നത്. ഇവരും നമുക്കൊരു 50 ലക്ഷം വരെയൊക്കെ ഇതുപോലെ ബിസിനസ് ലോൺ നൽകുന്നുണ്ട്. അതും വളരെ ഫാസ്റ്റ് ആയിട്ട് മിനിമം ഡോക്യുമെന്റിൽ കൂടി തന്നെയാണ് നൽകുന്നത്. നിങ്ങളുടെ ബിസിനസ് ടൈപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ലോണുകളാണ് ഇവർ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ വളരെ നമുക്ക് ഈടൊക്കെ കുറഞ്ഞ രീതിയിൽ വളരെ ഈസി ആയിട്ടുള്ള റീപേയ്മെന്റ് ഓപ്ഷനിലൂടെയാണ് ലഭിക്കുന്നത്. ഈ ഇൻഡിഫി ബിസിനസ് ലോൺ ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആവുക ഫ്രാഞ്ചൈസി ഓണേഴ്സ്, ഓൺലൈൻ സെല്ലേഴ്സ്, സർവീസ് പ്രൊവൈഡേഴ്സ് അങ്ങനെയുള്ളവർക്കായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ബിസിനസ് ലോണിന് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അതിൽ ആദ്യം നമുക്ക് ആദിത്യ ബിർള ക്യാപിറ്റലിൻ്റെ ഉദ്യോഗ പ്ലസിൽ ബിസിനസ് ലോണിന് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ തന്നിരിക്കുന്ന ആ ഒരു വീഡിയോയുടെ താഴെ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ആ ഒരു ഫോമിൽ നിങ്ങളുടെ പാൻ നമ്പറും പാനിലുള്ളതുപോലെ തന്നെ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും പിന്നെ ഇമെയിൽ അതുപോലെ ഫോൺ നമ്പറൊക്കെ നൽകിയിട്ട് OTP കൺഫേം ചെയ്തിട്ട് ഐ എഗ്രി എന്നതിൽ ടിക്ക് ഇട്ടിട്ട് അടുത്ത ഫോമിൽ നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നൽകുക. ശേഷം അത് സബ്മിറ്റ് ചെയ്തിട്ട് പാൻ ഇൻഫർമേഷൻ കാണിക്കുന്നത് അവിടെ ശരിയെന്ന് ഉറപ്പുവരുത്തിയിട്ട് GST വിവരം ആഡ് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് GST വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. ശേഷം നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ നൽകിയ ശേഷം ബിസിനസ് അഡ്രസ്സ് വിവരങ്ങൾ നൽകുക. ശേഷം ക്രെഡിറ്റ് ബ്യൂറോകളിൽ നിന്നും ഡാറ്റ ഫെച്ച് ചെയ്യാനുള്ള ആ ഒരു കൺസെൻറ്റ് നൽകുക. അങ്ങനെ അവസാന സ്റ്റെപ്പിൽ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഡീറ്റെയിൽസും കൂടി അപ്ലോഡ് ചെയ്ത് നൽകുക. ഇത്രയുമാണ് ആദിത്യ ബിർള ക്യാപിറ്റലിൻ്റെ ആ ഒരു ബിസിനസ് ലോണിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴുള്ള പ്രോസസ്സ്. ഇനി ഫ്ലെക്സി ലോണിൽ ഒരു ബിസിനസ് ലോണിന് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യം വരുന്ന പേജിൽ നിങ്ങളുടെ പാൻ നമ്പർ, പിന്നെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ GST രജിസ്റ്റേർഡ് ആണെങ്കിൽ അതിൻ്റെ വിവരവും ഓരോ മാസത്തെയും സെയിൽസ് എത്രയെന്നും പിന്നെ ചെക്ക് എലിജിബിലിറ്റി എന്നതിൽ അമർത്തിയിട്ട് OTP കൺഫേം ചെയ്തിട്ട് വരുന്ന അടുത്ത സ്റ്റെപ്പിൽ അവരാവശ്യപ്പെടുന്ന കാലയളവിലുള്ള നിങ്ങളുടെ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയും മാത്രം ചെയ്യേണ്ടതുള്ളൂ. അവിടെ ലോൺ ഓഫേഴ്സ് നിങ്ങൾക്ക് കാണിക്കും. ഇനി നമുക്ക് ഇൻഡിഫിയിൽ അങ്ങനെ ഒരു ബിസിനസ് ലോണിന് അപ്ലൈ ചെയ്യുമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ തന്നിരിക്കുന്ന ആ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ആ ഒരു ഭാഗത്ത് ആദ്യം നിങ്ങളുടെ ബിസിനസ് ടേൺ ഓവർ എത്രയെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ നൽകിയിട്ട് OTP കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങളുടെ പാൻ നമ്പറും പേഴ്സണൽ വിവരങ്ങളൊക്കെ നൽകിയിട്ട് അടുത്ത സ്റ്റെപ്പിൽ GST ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നൽകിയിട്ട് നിങ്ങളുടെ ബിസിനസ് ഡീറ്റെയിൽസ് അടുത്ത സ്റ്റെപ്പിൽ ഫില്ല് ചെയ്തിട്ട് ബാങ്കിങ് ഇൻഫർമേഷൻ എന്നതിൽ നിങ്ങളുടെ ആ ഒരു ബാങ്കിങ് ഡീറ്റെയിൽസ് കൂടി സെലക്ട് ചെയ്യുക. അതിനുശേഷം OTP കൺഫേം ആക്കുക. ഇത്രയുമാണ് ഇൻഡിഫിയിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഈ 3 പ്ലാറ്റ്ഫോമുകളും നിങ്ങളുടെ ആ ഒരു ക്രെഡിറ്റ് പ്രൊഫൈലൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു ക്രെഡിറ്റ് റെക്കോർഡ്, ബാങ്കിൻ്റെ ഹിസ്റ്ററി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി കൃത്യമായിട്ട് നോക്കിയിട്ടാണ് ലോൺ അപ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ടൈമിൽ വ്യത്യാസം വന്നേക്കാം. അപ്പോൾ ഞാനിവിടെ പരിചയപ്പെടുത്തിയ ഈ 3 പ്ലാറ്റ്ഫോമുകളും അത് 3ഉം RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള NBFCകളാണ്. 100% സെക്യൂർ ആയിട്ട് ലോൺ തരുന്നവയുമാണ്. അതായത് ഡിജിറ്റൽ പ്രോസസ്സ് വളരെ സെക്യൂർ ആയിട്ട് നടത്തുന്ന 3 പ്ലാറ്റ്ഫോമാണ് ഇവ. അപ്പോൾ നിങ്ങളൊരു ന്യൂ ഏജ് എൻ്റർപ്രണർ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാനും അതുപോലെ ക്യാഷ് ഫ്ലോയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാനും നിങ്ങൾക്ക് ഫാസ്റ്റായിട്ടും ട്രസ്റ്റായിട്ടും ആശ്രയിക്കാവുന്ന 3 ബിസിനസ് ലോൺ ആപ്പുകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് ഇടുക. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.